മുകേഷ് എന്ന് പറയുമ്പോൾ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത് അല്ലേ? പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന്. മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക് മുകേഷാണ് എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അന്തസ് വേണവിടെ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. സമൂഹ മാധ്യമത്തിൽ വളരെ വൈറലായ ഒരു ട്രോൾ വീഡിയോ, അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമരം നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ്, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മള് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ശ്രീ എം മുകേഷ് അടക്കമുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് CPM-ന്റെ MLA-മാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ദൃശ്യമാധ്യമങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത BJP-യുമായി ധാരണയുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ EP ജയരാജൻ രാജിവെക്കുന്നു എന്ന വാർത്ത. അതേ സമയത്ത് തന്നെ നിലമ്പൂർ MLA ശ്രീ PV അൻവർ ഇവിടെ നമ്മുടെ ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ട് മസലൊക്കെ പഠിപ്പിച്ച് യാത്രയും ഷീൽഡൊക്കെയായിട്ട് നൽകുന്ന ഈ പോലീസുകാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം പറഞ്ഞിരിക്കുക. നമ്മളെ തടയാനായിട്ട് വരുമ്പോൾ ഈ പോലീസുകാർക്ക് പ്രധാനപ്പെട്ട പരിപാടി നാട്ടിലെ ജനങ്ങൾക്ക് വരുന്നത് സ്വൈര്യമല്ല എന്നുള്ളത് പോട്ടെ, ശേഷം നിൽക്കുന്ന മരങ്ങളെ പോലും വെറുതെ വെക്കുന്നതിലാതെ ആ മരങ്ങൾ പോലും മുറിച്ചു നിൽക്കുന്നതിലാണ് എന്ന വാർത്ത ഒരു CPM MLA തന്നെ പറയും. ഈ സംസ്ഥാനത്തെ പോലീസിന്റെ സൂപ്പർ DGP-യായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന ശ്രീ പിണറായി വിജയന്റെയും P ശശിയുടെയും ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ബിസിനസ് ആയിട്ടുള്ള ഏർപ്പാടുകൾ പോലീസിനെ അയാൾ കാണുന്ന ഒരു വലിയ വ്യവസായമായി കാണുന്നു. അയാൾ അതുകൊണ്ട് അവിശുദ്ധമായി സ്വത്ത് സമ്പാദിക്കുകയാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നു. നമ്മളാരെങ്കിലും ആരോപണം ഉന്നയിച്ചത് CPM-ൽ എല്ലാ കൊള്ളരുമായോടെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു MLA. ആ MLA എടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ പോലീസുകാർ ഞങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന തെറ്റിദ്ധാരണ നിൽക്കുന്നവരാ. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെയൊക്കെ മുകളിൽ പക്ഷേ അശോക സംഭവമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, SP IPS കാരനാണ്. നിങ്ങളുടെയൊക്കെ റാങ്കിന് മുകളിൽ ഇവിടെ നിൽക്കുന്നത് DYSP ആണെന്ന് മനസ്സിലാക്കുന്നത്. ആ റാങ്കിന് മുകളിലാണ് IPS കാരനായ SP ആയിട്ടുണ്ട്. ആ SP ഇന്നലെ ഒരു MLA വിളിച്ചിട്ട് പറയുന്നത്, എന്റെ SP ദോഷം പറയും, എന്റെ SP പറയുന്നത് എന്റെ MLA എന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ജീവിതകാലം മുഴുവൻ ഞാൻ DGP ആവും. വളർന്ന് ഞാനൊരു DGP ആയി മാറുന്ന കാലത്ത് അങ്ങേക്ക് എന്റെ ഒരു വിനീത വിധേയനായി കാണാം. എന്റെ SP-യുടെ പേര് സുജിത് ദാസാണ്. ഒരു സുജിത് ദാസ് തലമുറയിൽ ഏതെങ്കിലുമൊക്കെ MLA-മാരുടെ ദാസനാകാതെ ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ ദാസനായി മാറുവാൻ ഈ നാട്ടിലെ എല്ലാ പോലീസുകാരോടും കിടക്കണം തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിരിക്കുന്ന വിഷയം ശ്രീ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്ന കാര്യമില്ല. ജനങ്ങൾക്കിടയിൽ അവരെ പറ്റി നല്ല ബോധ്യമുണ്ട്. മുകേഷ് എന്ന് പറയുമ്പോൾ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത് അല്ലേ? പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന്. മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക് മുകേഷാണ് എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുന്നതിനോട് ആവശ്യമില്ല പോലും ഇവരെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷ് ഇപ്പൊ ആളുകൾ വിളിക്കുന്നത് മെഴുക് മുകേഷ്. എന്തൊരു അസ്വസ്ഥത! രാത്രിയിൽ ആരെങ്കിലും ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചുള്ള മറുപടി അന്തസ് വേണമടാ അന്തസ്. ആ അന്തസ് വേണമടാ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ ആരോപണങ്ങളെല്ലാം ഞാൻ വിട്ടു. ശ്രീ മുകേഷ് പറയുന്ന ആരാണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ടാർഗറ്റ് ചെയ്തല്ലേ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. മുകേഷിനോടൊക്കെ എന്ത് രാഷ്ട്രീയ അജണ്ട? മുകേഷിനോട് ആർക്കെങ്കിലും രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എന്തെങ്കിലും ഒരു വിവേകം കൊടുക്കുന്ന കാര്യമുണ്ട്? ഒന്ന് മുകേഷിനെ ഈ നാട്ടിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് അംഗീകരിക്കുന്നു? മുകേഷിനെതിരായിട്ട് ഗൂഢാലോചന ആര് നമ്മൾ നടത്തിയത്? ക്ലോസറ്റ് പഠിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകുക എന്നാണ് എനിക്ക് മുകേഷിനെ ലഭിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അജണ്ടയൊന്നുമില്ല. ഇനി അജണ്ട ഉണ്ടെങ്കിൽ ശ്രീ മുകേഷിനെതിരായിട്ട് ആദ്യമായി ഗുരുതരമായ ഒരു ആരോപണം എന്ന് വെച്ചാൽ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഏതെങ്കിലും ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരാണ്. മുകേഷിനെതിരായിട്ട് ആദ്യമായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്
തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നായിക നടിമാരിൽ ഒരാളായിരുന്ന മുകേഷിന്റെ മുൻ ഭാര്യ, മുൻ ജീവിത പങ്കാളിയ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മുകേഷ് എന്ന് പറയുന്ന നാട്ടിലെല്ലാവർക്കും നല്ല പ്രവർത്തികളുടെ നന്മയുടെ ക്ലാസ് എടുക്കുന്ന ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ചവിട്ടുന്ന ക്രൂരകൃത്യമടക്കം നടത്തി മുകേഷ് എന്ന് ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ആരാധനല്ല പറഞ്ഞിരിക്കുന്നത്. ആ ആരോപണം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി, ഞങ്ങളുടെ നാട്ടുകാരിയുമായ ശ്രീമതി വീണ ജോർജിനോടാണ്. മുകേഷിന്റെ വിഷയത്തിൽ എല്ലാ CPM-ന്റെ നേതാക്കന്മാരും ഇങ്ങനെ കവചമൊരുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമത്തിന്റെ ചുമതലയെങ്കിലും കൂടി വഹിക്കുന്ന ശ്രീമതി വീണ ജോർജിനോട് ചോദിക്കുന്നു, ധാർമ്മികത എന്നൊരു വാക്ക് അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും CPM-ന്റെ കമ്മിറ്റിയിൽ നിങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിൽ പറയണ്ടേ? ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയുമൊക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാരതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്ന മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല. CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമിയെങ്കിൽ ആ ഗോവിന്ദച്ചാമിക്ക് 3 അക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാർലിങ്ങിനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ടോ? എവിടെയാണെന്ന് വരണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കിയ ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ ഈ ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനായ MLA കിടക്കുമ്പോ M മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിക്കുന്നു എന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അത് നിയമത്തിൽ കൊടുക്കും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് ഈ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുക. എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? എത്ര ദിവസമാണ് നിങ്ങൾക്ക് MLA ബോർഡ് വെച്ച വാഹനം ഒഴിവാക്കി കയ്യിൽ കിട്ടുന്ന വാഹനത്തിലൊക്കെ പോകുവാൻ കഴിയുക? മുകേഷിനെ പറ്റി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആരോപണം MLA ബോർഡ് വെക്കാതെ യാത്രകളൊക്കെ വേറെ ഓരോ ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇന്ന് ആ ഏർപ്പാടുകളുടെ ഭാഗമായിട്ട് ഒടുവിൽ കഴിയുവാൻ വേണ്ടി വീണ്ടും MLA ബോർഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഇയാളെ പറ്റി മറ്റൊരു സ്ത്രീ, ഇയാളുടെ ഒരു സഹപ്രവർത്തക പറഞ്ഞത് ആ സഹപ്രവർത്തകയോടല്ല, അവരുടെ അമ്മയോട് അവമര്യാദയായി പെരുമാറി എന്ന് പറയുമ്പോ എത്ര ക്രൂരനായ ഒരു ഒഫൻഡറാണ് ശ്രീ മുകേഷ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. CPI, ഈ സർക്കാരിന്റെ രണ്ടാമത്തെ മുഖ്യകക്ഷിയായ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ ആനി രാജയെ പറ്റി ഈ കൊല്ലത്തെ അടക്കമുള്ള CPM-നോട് ഒരു 3 മാസം മുൻപ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയേക്കാൾ മികവാർന്നയാളാണ് ആനി രാജ. ആരാ പറഞ്ഞത്? ഈ നാട്ടിലെ CPM. നിങ്ങളുടെ ഭാഷ കടമെടുത്താൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ മഹിതമായിരിക്കുന്ന അതേ ആനി രാജ പറഞ്ഞിരിക്കുന്നു, അന്തസ്സുണ്ടെങ്കിൽ ശ്രീ മുകേഷ് രാജിവെച്ചിട്ട് പോകണം. ആ മുകേഷ് രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ഓഫീസിനകത്ത് അതൊക്കെ ബന്ധപ്പെട്ട ആളുണ്ടാവുമല്ലോ. ആ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, രാജിവെക്കാതെ സുഖമായി, സ്വസ്ഥമായി, സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ഒരു കാരണവശാലുമുള്ള തെറ്റിദ്ധാരണ ശ്രീ M മുകേഷിന് വേണ്ട. അവിടെയല്ല, എത്രയൊക്കെ ആൾമാറാട്ടവും ഒളിച്ചോട്ടവും ഒരിയൻ സേവയും നടത്തിയാലും നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങളെ രാജിവെപ്പിക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. മുകേഷിന് വേണ്ടിയിട്ട് ആരെ രംഗത്തിറക്കിയിരിക്കുന്നത്? ഈ കൊല്ലത്തെ ജനങ്ങൾ മുകേഷിനെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തിരിച്ചറിയണം. ശ്രീമതി ബിന്ദു കൃഷ്ണൻപേട്ട് എങ്ങനെയാ മുകേഷ് ജയിച്ചെന്നിപ്പോ മനസ്സിലാവുക. മുകേഷിന് വേണ്ടി ആദ്യ വക്കാലത്തുമായി കടന്നു വരുന്നത് BJP-യുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. BJP-യുടെ കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വിശ്വസ്തനായ വ്യക്തി,
ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കൊക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നത് കരുവേപ്പിലയ്ക്ക് താഴെയുള്ള സ്ഥാനമാണ്. ആ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ട് അസൈൻമെന്റുമായി കേരളത്തിലേക്ക് വിട്ടിരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി മാധ്യമ പ്രവർത്തകരായ എന്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരന്മാരെ തള്ളിമാറ്റിക്കൊണ്ട് അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറിന് വേണ്ടി സംരക്ഷണവുമായി വരിക എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ സംരക്ഷണത്തിന് CPM മാത്രമല്ല CPM-നോടൊപ്പം ആ വിഷയത്തിൽ മത്സരിക്കുവാൻ BJP ഉണ്ട് എന്ന് കേരള പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുക. ആ ശ്രീ മുകേഷിനോട് പറയുന്നു, 7 കടലുകൾക്കപ്പുറം പോയി നിങ്ങൾ ഒളിച്ചു നിന്നാലും ആ നിങ്ങൾ ഒളിച്ചിരിക്കുന്ന ആ ഒളി സങ്കേതത്തിൽ BJP-കാരനെയും CPM-കാരനെയും കാവലേർപ്പെടുത്തിയാലും അവിടേക്കും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് പറഞ്ഞാൽ കടന്നു വരികയെന്ന് ചെയ്യും. നിങ്ങളിൽ നിന്ന് രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞാൽ രാജിവെപ്പിക്കുക ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്